ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്താ ചൂടല്ലേ? ഈ ചൂടിൽ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടുക അല്ലേ? സാരമില്ല, അതിന് ഞാനൊരു ജ്യൂസായിട്ടാണ് വന്നിരിക്കുന്നത്. മസ്ക് മെലൺ ജ്യൂസ്. ഈ മസ്ക് മെലൺ നല്ല ടേസ്റ്റാണ്, അതിൽ വരെ നല്ല മധുരവുമാണ്. ഒരുപാട് വാട്ടർ കണ്ടൻ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ് മസ്ക് മെലൺ. ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന മസ്ക് മെലൺ രണ്ടായി കട്ട് ചെയ്ത് പിന്നെയും അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ജ്യൂസിന് ആവശ്യത്തിനുള്ള മധുരത്തിന് ഞാൻ ഡേറ്റ്സും ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കായും എടുത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കണം, ജ്യൂസാക്കി എടുക്കണം. കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ജ്യൂസാക്കി എടുത്താൽ മതി. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് തിക്കായിട്ടുള്ള ജ്യൂസ് കിട്ടും. വെള്ളം കൂട്ടിയെടുക്കാം അല്ലെങ്കിൽ അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടിയെടുത്താൽ മതി. പിന്നെ മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് തേനും കൂടെ ആഡ് ചെയ്യാം. ഇതുപോലെ നന്നായി അരച്ചെടുക്കുക. ഈ ജ്യൂസ് കുടിക്കുമ്പം ഈ വെയിലിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് എപ്പോഴും തണുപ്പ് നൽകാനും ഉന്മേഷമായിട്ടിരിക്കാനും ഒക്കെ ഈ ജ്യൂസ് സഹായിക്കുന്നുണ്ട്. ഇതുപോലെ ആക്കി കിട്ടും. ഇനി അത് തിക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ പാലൊഴിക്കാം, അത് ഇഷ്ടമുള്ളതുപോലെ. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചാണ് ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഈ മസ്ക് മെലൺ ജ്യൂസ് കുടിച്ചാൽ നമുക്ക് ജലാംശം കൂടുതലായതുകൊണ്ട് നമ്മുടെ നിർജ്ജലീകരണം തടയാനായിട്ട് സഹായിക്കും. ഈ ചൂടിൽ എപ്പോഴും നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണ്ടേ, അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം കിട്ടും. അതുപോലെ തന്നെ ഉന്മേഷമായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ ഒരുപാട് താങ്ക്സ് എൻ്റെ വീഡിയോ എല്ലാം കാണുന്നതിന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അതുപോലത്തെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ചൂടൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് ശരിയാക്കാം. ബൈ. സീ